ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേവാ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം നൽകി ശ്രീ KJ യേശുദാസ് പാടിയ ഈ പാട്ട് അറിയാത്ത മലയാളികളുണ്ടോ? ഓണക്കാലത്ത് അടുത്തുള്ള ക്ലബ്ബുകളിലും ഓണാഘോഷം നടക്കുന്ന സ്കൂളുകളിലുമൊക്കെ മുടങ്ങാതെ കേൾക്കാറുള്ള ഒരു പാട്ടായിരുന്നു ഇത്. വീടിൻ്റെ മുറ്റത്ത് അണിയിച്ചൊരുക്കിയിരിക്കുന്ന അത്തപ്പൂക്കളത്തിൽ വാടിയ പൂക്കൾക്ക് പുലിമ കൂട്ടാൻ ഒന്ന് വരാമോ എന്ന് ഉത്രാടപ്പൂനിലാവിനോട് ചോദിക്കുകയാണ് എഴുത്തുകാരൻ ഇവിടെ. അത്തപ്പൂക്കളത്തിൽ വാടിയിരിക്കുന്ന പൂക്കൾക്ക് മാത്രമല്ല, എല്ലാവരുടെയും മനസ്സിലെ വ്യഥകളെയെല്ലാം തുടച്ചു നീക്കി സന്തോഷം നിറയ്ക്കുക എന്നുകൂടി നമുക്കിതിനെ ചിന്തിക്കാനാവും. ശ്രീകുമാരൻ തമ്പി എന്ന എഴുത്തുകാരൻ്റെ മികവ് ഈ വരികളിൽ തന്നെ വ്യക്തമാണ്. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതവും കേരളത്തിൻ്റെ ഗാനഗന്ധർവൻ്റെ ശബ്ദവും അതിൽ അലിഞ്ഞു ചേർന്നപ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഓണപ്പാട്ടുകളിലൊന്നായി മാറി ഉത്രാടപ്പൂനിലാവേവാ എന്ന ഈ പാട്ട്. പുതിയ പഴങ്ങളും പച്ചക്കറികളും വാങ്ങുന്നതിന് അനുകൂലമായ ദിവസമാണ് ഉത്രാടം. ഈ ദിവസമാണ് മഹാബലി കേരളത്തിലെത്തുന്നത് എന്നാണ് പരമ്പരാഗത വിശ്വാസങ്ങൾ പറയുന്നത്. അതിനാൽ ആളുകൾ അവരുടെ വീടുകൾ വൃത്തിയാക്കുകയും ഓണക്കോടി വാങ്ങാൻ തിരക്കിട്ട് പോവുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാനുള്ള പരക്കം പാച്ചിലിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഓണത്തിന് ഒരു ദിവസം മുൻപാണ് ഉത്രാടം. അതുകൊണ്ട് തന്നെ ഉത്രാടത്തെ കുട്ടികളുടെ ഓണം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. നാട്ടിൽ നിന്നുള്ള ബന്ധുക്കളും വീടിനടുത്തുള്ള കൂട്ടുകാരുമൊക്കെ ഒന്നിച്ചു ചേർന്നുള്ള കളികളും പാട്ടുകളും ആഘോഷങ്ങളുമൊക്കെ ആയിട്ട് വളരെ മനോഹരമാണ് ഉത്രാടം. ഉത്രാടം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ പാട്ട് തന്നെയായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണപ്പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക്.